ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് അടുത്ത റെസിപ്പി എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് പൊതിച്ചോറ് ഉണ്ണണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തേക്കാം, നിങ്ങൾക്കും ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചെറിയ ഉരുളി അടപ്പത്ത് വെച്ച് മീഡിയം സൈസ് നീളത്തിൽ അരിഞ്ഞ് 2 ഉരുളക്കിഴങ്ങ് ഉരുളിയിലേക്ക് ഇടുക. അതിനുശേഷം 1/4 ടീസ്പൂൺ വീതം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യമായ ഉപ്പിട്ട് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. ഉരുളക്കിഴങ്ങ് വെന്ത് വെള്ളം വറ്റിയ ശേഷം നടുവിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് മൊരിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ഇവിടെ അടുത്തായിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. അതിനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. മീന് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്തതിന് ശേഷം മീനിലേക്ക് പുരട്ടി 1/2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം കറിവേപ്പില ഇടുക. മാഗ്നേറ്റ് ചെയ്ത ഫിഷ് 2 സൈഡും മൊരിച്ചെടുക്കുക. അടുത്ത് നമുക്കൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് ചെറിയ മിക്സി എടുക്കുക. അതിലേക്ക് 4 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം വാളൻപുളി, 10 വറ്റൽ മുളക് ജസ്റ്റ് പാനിൽ 1-2 മിനിറ്റ് ചൂടാക്കിയതാണ്. പിന്നെ അരമുറി തേങ്ങ വേണം, ആവശ്യമായ ഉപ്പ് വേണം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം. തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം മിക്സിയിൽ ഇട്ട് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം തേങ്ങ ഇട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. എന്നിട്ട് പാത്രത്തിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉരുട്ടിയെടുക്കുക. ഇനി നമുക്ക് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മുട്ട, ഒരു സവോളയുടെ പകുതി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 സൈഡും പൊരിച്ചെടുക്കുക. പൊതിച്ചോറിലേക്കുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറ് ആവി പൊങ്ങുന്ന കാണാമോ നിങ്ങൾക്ക്? ചൂട് ചോറ്. പിന്നെ വേണ്ടത് മെഴുക്കുവരട്ടി, ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, പിന്നെ മുട്ടയും മീനും. ഇനി നമുക്കിത് പൊതിച്ചോറ് റെഡിയാക്കാം. പൊതിച്ചോറ് ഉണ്ടാക്കുന്നവർ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം വാട്ടണം. ഇലയെ ചോറ് കഴിക്കാത്തവരായ മലയാളികൾ വളരെ കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കൂളിലൊക്കെ പഠിച്ച കാലത്ത് ഞാനൊക്കെ ഈ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങളിൽ. പിന്നെ ആണെങ്കിൽ +2 കഴിഞ്ഞൊക്കെ ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് ട്രെയിന് വൈകിട്ടത്തെ ആഹാരം പൊതിച്ചോറ് കൊണ്ടായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്.
ഒരു നൊസ്റ്റാൾജിയാണ്, അതൊന്നും തിരിച്ചു വരാത്ത ആ ഒരു കാലഘട്ടം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാം. പിന്നെ മീൻ, മുട്ട. എന്ത് രസമല്ലേ, നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അത്, പറഞ്ഞയക്കാൻ പറ്റത്തില്ല. നമുക്കിത് പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. നൊസ്റ്റാൾജി എല്ലാവർക്കും ഇപ്പോൾ ഒരു പുറകോട്ടൊന്ന് ചിന്തിച്ച് കാണും അല്ലേ. അപ്പം ഞാൻ ഇന്ന് പൊതിച്ചോറിലാണ് ചോറുണ്ണാൻ പോകുന്നത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.